സ്റ്റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്തിരാൻസിലേക്ക് സ്വാഗതം. ഇത് വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഓഫർ സെയിലിൻ്റെ ഭാഗമായിട്ട്, അത് ഒരു ഓഫർ സെയിൽ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 229 റുപ്പീസ് പെർ മീറ്റർ ആയിരുന്നു. നമ്മളിപ്പോൾ 171 റുപ്പീസിനാണിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഹക്കോബയാണ് ഫാബ്രിക്, പ്യുവർ കോട്ടൺ അല്ല, പോളി കോട്ടൺ ഫാബ്രിക് ആണ്. അതിനകത്ത് ഹക്കോബ, അതായത് ഒരു എന്താ പറയുക, ഫുട്ബോൾ ഡിസൈനിലുള്ള ഹക്കോബ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഒരു പ്രിൻറ്റും കൂടെ പോകുന്നുണ്ട് കേട്ടോ. നമുക്കൊരു എന്താ പറയുക, മാർബിൾ പ്രിൻ്റ് എന്നാണ് പറയുന്നത്. സിബോറി സ്റ്റൈലിലുള്ള ഒരു പ്രിൻ്റാണ് ഇതിനകത്ത് പോകുന്നത്. അപ്പോൾ ഒരു കളറിനകത്ത് ഒരു ഫാബ്രിക്കിനകത്ത് 2 കളേഴ്സാണ് വരുന്നത്. ബേസ് കളർ ഒരെണ്ണം, അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വേറൊരു കളറാണ് അതിനകത്ത് പ്രിൻ്റായിട്ട് പോകുന്നത്. ഇതെല്ലാം ഡിജിറ്റൽ പ്രിൻ്റാണ്. നമ്മൾ ഈ കാണിക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം തന്നെ നമ്മുടെ ഷോപ്പിലും ഓൺലൈനിലും അവൈലബിൾ ആണ്. മാത്രമല്ല ഓഫർ വീഡിയോയുടെ ആ ഒരു ഫാബ്രിക്കിൻ്റെ നമ്മൾ ഈ ഓഫർ വീഡിയോയുടെ ഐറ്റത്തിനെല്ലാം നമ്മൾ ഷിപ്പിംഗ് ചാർജും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഐറ്റം ഓരോന്നായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സിൻ്റെ ആ ഒരു പാറ്റേണിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ വരുന്നത് ഒരു പിങ്കും, വളരെ ലൈറ്റായിട്ടുള്ള പിങ്കാണ് ഇതിൻ്റെ ബേസ് കളർ പോകുന്നത്. അതിനകത്തേക്കൊരു വയലറ്റ് ടോണിലുള്ള ഒരു ഡിസൈനാണ്. ആ ഒരു സിബോറി സ്റ്റൈലിലുള്ള പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ മാർബിൾ സ്റ്റൈലിലുള്ള മാർബിൾ പ്രിൻ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു പ്രിൻ്റിൽ വന്നിരിക്കുന്നത് വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇതെങ്ങനെയാണ് നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനോ, ഫ്രോക്ക് മോഡലിലുള്ള കുർത്തി സ്റ്റിച്ച് ചെയ്യാനോ, അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്, പ്യുവർ കോട്ടൺ അല്ല. നമ്മൾ പോളി കോട്ടൺ ഫാബ്രിക് ചെയ്യാറുണ്ടല്ലോ, ആ ഒരു ഫാബ്രിക്കാണിത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ചധികം കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം കേട്ടോ. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു ഗ്രീനിൻ്റെ തന്നെ 2 ടോണാണ് ഇതിനകത്ത് പോകുന്നത്. ഈ അക്വാ ഗ്രീൻ എന്ന് പറയില്ലേ, ആ ഒരു ടോണിലേക്കാണ് ഇതിൻ്റെ കളേഴ്സ് പോകുന്നത്. പക്ഷെ കോൺട്രാസ്റ്റ് പോലെ നമുക്ക് ബേസ് കളർ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ടോണും, അതിനകത്തേക്ക് ആ ഒരു ഗ്രീനിൻ്റെ, അതായത് അക്വാ ഗ്രീനിൻ്റെ കളറ് പോകുന്നു കേട്ടോ. ഇങ്ങനെയാണിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. എല്ലാം തന്നെ നമുക്ക് ബ്രൈറ്റ്നെസ് തോന്നിക്കാവുന്ന പോലത്തെ കളേഴ്സ് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീനാണ്. ഗ്രീനിൻ്റെ തന്നെ 2 ടോണാണ് കേട്ടോ ഇതിനകത്ത് പോകുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നതും ഈ സെയിം ഫാബ്രിക്കിൽ. ഞാനിതിൻ്റെ ഇന്നർ പാർട്ട് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ആ ഒരു പാറ്റേൺ, അതായത് ഹക്കോബ പാറ്റേൺ ഇങ്ങനെയാണ് പോകുന്നത്. നമുക്ക് ഇപ്പുറത്തെ വശത്തേക്ക് വരുമ്പോൾ ആ കളർ പ്രിൻ്റ് വരുന്നത് കൊണ്ട് ഈ ത്രെഡിൻ്റെ കളറ് കുറച്ചായിരിക്കും അപ്പുറത്ത് കാണുകയുള്ളൂ കേട്ടോ. ബേസ് കളറിലേക്ക് തന്നെ നല്ല ഭംഗിയായിട്ടാണ് അത് പോകുന്നത്. ഇത് ഇങ്ങനെയാണ് ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഗ്രീനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു തത്തമ്മ പച്ചയാണ് അതിനകത്ത് എന്താ പറയുക, ബ്രൈറ്റ്നെസ് ആയിട്ട് പോയിട്ടുള്ള കളറ്. നെക്സ്റ്റ് വൺ ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂ ബേസ് പോകുന്നു. എല്ലാം ബേസ് കളർ എല്ലാം വളരെ ലൈറ്റാണ്. അതിനകത്തേക്ക് മാർബിൾ പ്രിൻ്റ് പോലെ പോകുന്ന ആ പ്രിൻ്റാണ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് കേട്ടോ. 229 രൂപയായിരുന്നു. നമ്മളിപ്പോൾ ഓഫറിൽ 171 രൂപയിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 44 ഇഞ്ച് തന്നെയാണ്. ഞാൻ ആദ്യം വിഡ്ത്ത് പറയാൻ വിട്ടുപോയി. നമ്മൾ വിഡ്ത്ത് 44 അല്ലാത്തതൊക്കെ പെട്ടെന്ന് പറയാറുണ്ട്, ഞാൻ വിട്ടുപോയതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളതൊരു പീച്ച് ടോൺ എന്ന് പറയാം. വളരെ ലൈറ്റ് ആയിട്ടുള്ള പീച്ച് ടോണിനകത്തേക്ക് ഡാർക്ക് ആയിട്ടുള്ള പീച്ച് ടോൺ കയറിയിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ്. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. ലൈനിങ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. ഇതെല്ലാം ഡിജിറ്റൽ പ്രിൻ്റിലുള്ള ഫാബ്രിക്കാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത്, ഇത് വന്നിട്ടുള്ളതും ഒരു ഗ്രീൻ ടോൺ ആണ്. ആദ്യം കണ്ട ഗ്രീൻ അല്ല, അതൊരു തത്തമ്മ പച്ച എന്നല്ല ഞാൻ പറഞ്ഞത്, അതല്ല, ഇത് വേറൊരു കളറാണ് കേട്ടോ. അത് ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പ്രിൻ്റ് പോകുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ്. 171 ആണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഓറഞ്ച് ടോണിലേക്കാണ് പോകുന്നത്. നമ്മൾ ബേസ് കളർ എന്ന് പറയുന്നതും വളരെ ലൈറ്റ് ആയിട്ടുള്ള കളർ, അതിനകത്തേക്ക് ഓറഞ്ചിൻ്റെ ഡാർക്ക് ടോണിലുള്ള പ്രിൻ്റാണ് പോകുന്നത് കേട്ടോ. ഇതെങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഒരു നമ്മൾ ഈ എന്താ പറയുക, ഒരു ഫ്ലൂറസൻ ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനെ ഒത്തിരി ബ്രൈറ്റ് അല്ല എങ്കിലും ആ ഒരു കളറിന് സിമിലർ ആയിട്ടുള്ള കളർ തന്നെ. ലൈറ്റ് ആയിട്ടുള്ള ടോണും ഡാർക്ക് ആയിട്ടുള്ള ടോണും കൂടിയാണ് ഇതിനകത്ത് പോകുന്നത്. കണ്ടു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ എല്ലാം തന്നെ. ഈ ബ്രൈറ്റ് കളർ കയറുന്നത് ലൈറ്റ് ഷെയ്ഡിലേക്ക്, ലൈറ്റ് ബേസിലേക്ക് ആയതുകൊണ്ട് ഒരുപാട് ഉദിച്ച് നിൽക്കുന്നതായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സും സെയിം ഫാബ്രിക് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലൂവിൻ്റെ ഒരു ടോണിലേക്കാണ് പോകുന്നത്. റോയൽ ബ്ലൂ എന്നുള്ളിൽ നമുക്ക് പറയാം.
വളരെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളറിനകത്തേക്ക് ആ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡിലേക്കുള്ളതാണ് പോകുന്നത്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. 171 റുപ്പീസാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് കണ്ട ഫാബ്രിക്കിൽ ഏതെങ്കിലും ഡിസൈൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അതുപോലെ സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. 8891060225 കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ഈ പ്രൊഡക്റ്റ് എല്ലാം നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഷോപ്പിലും ഓൺലൈനിലും അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളെല്ലാം തന്നെ വീഡിയോ ഔട്ടാക്കാറുള്ളത്. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.